അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ ഒരു 30 ഡേ ചാലഞ്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 15 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ ഞാൻ ചെയ്യാം, ഞാനുണ്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോ പിന്നെ ആ തുടങ്ങണോ കേട്ടോ, ചുമ പറച്ചിൽ മാത്രം ആവരുത്. പക്ഷെ ഈ സ്ട്രിക്റ്റ് ഒരു ടൈം ടേബിൾ പോലെ ഇന്ന ദിവസം ഇന്ന സാധനം തന്നെ ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇതൊക്കെ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം കേട്ടോ. പിന്നെ ജൂൺ ലാസ്റ്റ് ആവുമ്പോൾ ഞാൻ ചോദിക്കും, അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണം യെസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ബാക്കി 15 ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഡേ 16 ആ ഒരു സുദിനത്തില് നമ്മൾ ഒരു രൂപ പോലും ചെലവാക്കില്ല എന്ന് തീരുമാനിക്കുക. നമ്മുടെ തീരുമാനമാണ്. ഈ പറയുന്ന പോലെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ നമ്മുടെ വീട്ടിലാരെങ്കിലും ഒരു പൈസ ചോദിച്ചു വന്നാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും എമർജൻസി വന്നാൽ നമ്മൾക്ക് ചെലവാക്കേണ്ടി വരും. അതൊന്നുമല്ല ഞാൻ പറയണേ. ലൈഫ് ഈസ് ഫുൾ ഓഫ് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾക്ക് അങ്ങനെയൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഡേ 16 നമ്മൾ ഒരു രൂപ പോലും ചെലവാക്കില്ല എന്ന് തീരുമാനിക്കുക. അപ്പൊ മുന്നേ കൂട്ടി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക. ഈ ഡേ 16 ഒന്നും ചെലവാക്കില്ല എന്ന് എഴുതിയിട്ട് പട്ടിണി എടുക്കാനല്ല കേട്ടോ. അപ്പോ ഒരു ദിവസം ഒരു രൂപ പോലും ചെലവാക്കാതെ സീറോ സ്പെൻഡിങ് ഡേ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാം. പൊതുവെ ഈ വീട്ടിൽ തന്നെ, അതായത് പുറത്തൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ, കുറച്ച് പരാതി പറച്ചിൽ ഇത്തിരി കൂടുതലാണ്. ഇപ്പോ നമ്മൾ കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചിലവരെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരാതികൾ പറയാൻ മാത്രമേ നേരെ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല അല്ലേ? നമ്മുടെ ലൈഫിൽ പരാതി പറയാത്ത, അല്ലായത് എന്തിനെ കുറിച്ചെങ്കിലും അത് അങ്ങനെ ആവണ്ടായിരുന്നു, അത് ഇങ്ങനെ ആവണ്ടായിരുന്നു, അങ്ങനെ പറയാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല. എന്റെ ലൈഫിലില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയും. അറ്റ്ലീസ്റ്റ് ഒന്നൊന്നുമല്ല, എപ്പോഴെപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഡേ 16 നമ്മൾ 16 അല്ലല്ലോ, ഡേ 17 നമ്മൾ ഇന്ന് ഞാൻ ആ തരത്തിലുള്ള ഒരു കംപ്ലൈന്റ്സും ഒരു പരാതി പറയില്ല എന്നങ്ങ് ഉറപ്പിക്കുക. നമുക്കത് സക്സസ് ആയി ആക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒരു പരാതി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കായിരിക്കും അശ്യോ ഇത് ഞാൻ പറയില്ലെന്നല്ലേ തീരുമാനിച്ചേ. ദാറ്റ്സ് ഫൈൻ. നമ്മൾ മനുഷ്യന്മാരാണ്. ഒറ്റ സുപ്രഭാതത്തിൽ നമ്മൾക്ക് എല്ലാം കൂടെ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നോക്കും കൊള്ളാലോ, അടുത്ത ദിവസം കൂടെ ട്രൈ ചെയ്താലും അങ്ങനെ പയ്യെ ചിലപ്പോൾ ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരാതി പറച്ചിൽ നിന്നാലും എങ്ങാനും ബിരിയാണി കിട്ടിയാലും ഡേ 80 ഇതും ആ ദിവസം തന്നെ നമ്മൾ പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് റീഷെഡ്യൂൾ ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യാം. ഒരു ദിവസം നമ്മൾ പുറത്തു പോകുന്ന ദിവസം, നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ഇല്ലാണ്ട് പോകാൻ ഇച്ചിരി ടഫായിരിക്കും. നമ്മൾ ഫാമിലിക്കായിട്ട് ഭയങ്കര ചൂട്, നമ്മൾ ഫാമിലിക്കായിട്ട് പുറത്തു പോവാന്ന് വിചാരിക്കാം. പുറത്തു പോകുന്ന ഒരു ദിവസം ഫോൺ എടുക്കാതെ അങ്ങ് പോവാം. എങ്ങനെ ഉണ്ടാവും നോക്കാലോ. ഞാൻ ആകെ കൂടെ ഫോൺ എന്റെ കയ്യിൽ എടുക്കാതെ പോകുന്നത് ചിലപ്പോൾ ഞാനുമായിട്ടും കൂടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ എന്റെ കയ്യിൽ താക്കോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ പിടിക്കാനുള്ള മടി കാരണം മാത്രം ഫോൺ എടുക്കാതെ പോവാറുണ്ട്. അല്ലാതെ എവിടെ പോയാലും സന്തത സഹചാരിയായിട്ട് ഫോൺ കൂടെ കാണും. ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വഴി എങ്ങനെ തെറ്റി കഴിഞ്ഞ് വിളിച്ച് ചോദിക്കണമല്ലോ. വേറെ ആരുടെയും നമ്പർ ആണെങ്കിൽ കാണാതെ അറിയത്തില്ല. അപ്പോ ആരുടെങ്കിലും കൂടെ നമ്മൾ വെളിയിൽ പോകുന്ന ഒരു ദിവസം ഫോൺ എടുക്കാതെ പോവുക. അടിപൊളിയാ. നമുക്കുണ്ടല്ലോ പുറത്തെ കുറെ കാഴ്ചകൾ എൻജോയ് ചെയ്യാൻ പറ്റും. സീരിയസ്ലി. ഡേ 19 നമുക്ക് പ്രകൃതിയുമായിട്ട് ഒന്ന് ഇടപഴകാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താം. അന്ന് കുറച്ച് സമയം, ഫുൾ ഡേ ഒന്നുമില്ല, ഫുൾ ഡേ കാട്ടിപ്പോരിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും പോസിബിൾ അല്ല. എല്ലാ പണികളൊക്കെ കഴിഞ്ഞു കഴിയുമ്പം കുറച്ചു നേരം ഒരു മണിക്കൂറൊക്കെ, ഇതൊക്കെ ചിലവര് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് ഈസി ആയിരിക്കും, അവർക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കും. ചെയ്യാത്തവര് പണിയൊക്കെ ഒതുക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പൂന്തോട്ടം ഉണ്ടെങ്കിൽ പൂന്തോട്ടത്തിലൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ട് നടക്കുക, റോട്ടിൽ കൂടെ നടക്കുക, മുറ്റത്തൂടെ നടക്കുക. അപ്പോൾ ആ ദിവസം നമ്മൾ പ്രകൃതിയുമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഡേ 20 ചെയ്യേണ്ടത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പണികളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇടം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം. എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് ഫുൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 20 നിങ്ങൾ ചെയ്യേണ്ടത്, നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മുറികളൊക്കെ ഉണ്ടായിരിക്കില്ലേ, ആ മുറികളിൽ എവിടെയെങ്കിലും, അത് പിന്നെ സ്ഥലമൊന്നുമില്ല, ചിലപ്പോൾ നമുക്ക് നമ്മുടെ വെടിയിരിക്കും ടെറസിന്റെ മണ്ടയിലൊക്കെ ആയിരിക്കാം, എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഒരു ചെറിയ കസേര, പ്ലാസ്റ്റിക് കസേരയ്ക്ക് അധികം രൂപയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു കസേര കൊണ്ടുപോയി ഇട്ടാൽ പോലും മതിയാവും. അവിടെ പോയി അവന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും ജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന ഒരു സമയം
അവിടെ പോയി ഒരു 10 മിനിറ്റ് ശാന്തമായിട്ട് അങ്ങ് ഇരിക്കുക. ഡേ 21 നമ്മള് ടു ഡു ലിസ്റ്റ് ഒന്നും എല്ലാവരും ഉണ്ടാക്കേണ്ടായിരിക്കില്ലേ, പക്ഷെ ഈ ഒരു മാസത്തിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യണ്ടേ, എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് വേണ്ടത്, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ റീചെക്ക് ചെയ്യുക. അതായത് നമ്മൾക്ക് ഇപ്പൊ ഉണ്ടല്ലോ, ഒരുപാട് പേർക്ക് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാലുണ്ടല്ലോ, എനിക്കും അതെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഞാൻ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും. അപ്പൊ എല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒന്നിനു പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പൊ നമ്മള് ആ ഒരു എഴുതി വെച്ചിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇത് ഒന്ന് റീചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് ഏതാണ്, അങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. സോ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മനസ്സിലുള്ള പ്ലാൻസ് ഇല്ലേ, അതൊക്കെ ഒന്ന് കുടഞ്ഞ് എന്താ പറയാ കൊടഞ്ഞ് പരിശോധിച്ചിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് 1, 2, 3, 4 എന്നാക്കിയിട്ട് സെറ്റ് ആക്കാം. ഡേ 22 അന്ന് നിങ്ങൾ കുറച്ചധികം പണിയെടുക്കേണ്ടി വരും സുഹൃത്തുക്കളെ, പണിയെടുക്കേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള സ്റ്റോർ റൂം, എനിക്കിവിടെ അതില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അന്ന് എനിക്ക് റെസ്റ്റ് ചെയ്യാണ്. സ്റ്റോർ റൂം നിങ്ങളൊന്ന് വൃത്തിയാക്കുക. നിങ്ങളുടെ സ്റ്റോർ റൂം വർക്ക് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെറ്റപ്പ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മളൊരു വീഡിയോയിൽ ഗസ്റ്റിനെ പിടിച്ചിട്ട് സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്ന ആ റൂം അത് പോയി ക്ലീൻ ചെയ്യുക. ശരിയാണെങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ചിലപ്പോൾ അവിടെ പണിയെടുക്കേണ്ടി വരും. സോ ചോറും കറിയും കൂട്ടാനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചോ. ഡേ 22 സ്റ്റോർ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം പാത്രങ്ങളാണ് ഞാൻ വാങ്ങിക്കൂട്ടിയിരിക്കണേ, ഇതൊക്കെ ഞാൻ ഇപ്പൊ വാങ്ങിച്ചു, ഇതെന്താ ഞാൻ യൂസ് ആക്കാത്തെ എന്ന് പല സംഭവങ്ങളും തോന്നും. പിന്നെ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്, ഞാനിവിടെ തേങ്ങയുടെ ബോക്സ് പ്ലാസ്റ്റിക്കിലാണ് കിട്ടുക, എപ്പോഴെങ്കിലും യൂസ് ആക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാധനം എടുത്ത് വെക്കാറുണ്ട്. ഞാൻ കബോർഡ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഒരു 10-20 എണ്ണം ഒരുമിച്ച് കൊണ്ടുപോയി കാട്ടിക്കളയും. എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ സാധനം ഇവിടെ സൂക്ഷിച്ചു വെച്ചത്. അപ്പൊ ഡേ 22 സ്റ്റോർ റൂമിന് വേണ്ടിയിട്ട് ചെയ്യാം. കുറച്ച് ബൂസ്റ്റും കോംപ്ലാനും ഒക്കെ കുടിച്ചിട്ട് നിങ്ങളന്ന് പണിക്കിറങ്ങിക്കോ. നെക്സ്റ്റ് ഡേ അധികം പണി ഉണ്ടായിരിക്കില്ല, കുറച്ച് പണി ഉണ്ടായിരിക്കും. 23 നമ്മളുടെ ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കില്ലേ, നമ്മളുടെ അലമാരയുടെ ഇരിക്കാം, ബെഡ് സൈഡിലുള്ള ടേബിളിന്റെ ഇരിക്കാം, അവിടെയുള്ള ഡ്രോയറുകളില്ലേ, വരിപ്പകളൊക്കെ ക്ലീൻ ചെയ്യാം. എന്റെ നാട്ടിലൊക്കെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആവശ്യമില്ലാതെ, അതായത് ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ടേബിളിലൊക്കെ ഇരിക്കുന്ന ഈ കണകുണ സാധനങ്ങൾ തട്ടുന്ന ഒരു സ്പേസ് ആണ് എന്റെ വീട്ടിലൊക്കെ ഡ്രോയർ. അതുകൊണ്ട് ആ ഡ്രോയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല രീതിക്ക് പണിയൊക്കെ വരും, ഇവിടെയല്ല നാട്ടില്. അപ്പൊ നിങ്ങളും ഡേ 23 ഡ്രോയറിന് വേണ്ടി ചെലവാക്കുക. ചിലപ്പോൾ ഈ ചുരുട്ടി കൂട്ടിയിട്ടേ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പേപ്പറുകളൊക്കെ ചുരുട്ടി കൂട്ടിയിടുന്നത് അതിന്റെ ഉള്ളിലായിരിക്കും. സോ 23 ഫോർ ഡ്രോയർ. അങ്ങനെ നമ്മൾ ഡേ 24ലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടെയുള്ളൂ ഈ മാസം തീരാൻ വേണ്ടിയിട്ട്. ഡേ 24 ചെയ്യേണ്ടത്, അന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഉടനെ തന്നെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം മുതലായിട്ടുള്ള സൈറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക. ഈ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുമ്പോഴാണ് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കായിരിക്കും, ഷുക്കണോ ഒച്ചയിക്കും, വന്ന് നോക്കും. പിന്നെ ആ ഒരു നോക്കലില് ഇങ്ങനെ ഈ മണിക്കൂറുകളോളം നമ്മൾ തോണ്ടി ഇരിക്കും. ഈ നോട്ടിഫിക്കേഷൻ ഒച്ച കേട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു. അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടായിരിക്കും ആ ഒരു സാധനത്തിനെ പറ്റിയിട്ട് ഓർക്കുന്നുണ്ടായിരിക്കാം. സോ അന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്യാം. ഡേ 25 അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ പറയാ, കുറച്ചും കൂടെ നമ്മളുടെയൊക്കെ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചൊക്കെ കുക്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ചും കൂടെ വയസ്സ് കൂടിയിട്ടുള്ളവരുടെ എനിക്കറിയില്ല, ചില വീട്ടിലൊക്കെ ആണുങ്ങൾ കുക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോ എനിക്ക് അതുകൊണ്ട് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ പോസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇനി അവര് വന്നില്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ കൂടെ ഡേ 25 നിങ്ങൾ ഫാമിലി ആയിട്ട് കുക്ക് ചെയ്യുക. ഫാമിലിയുടെ കൂടെ 1-2 ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്, അടിപൊളിയാ. നമ്മൾ ചിലപ്പോൾ ഒരു ലക്ഷറി ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ. സോ ഡേ 25 ആരൊക്കെ വിളിച്ചാൽ വരും അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്യുക. ആരും വിളിച്ചാൽ വരില്ല എന്നൊന്നും പറയില്ലേ, ഒരാളെങ്കിലും വരാതിരിക്കില്ല. ഓക്കെ. ഡേ 26 നമ്മള് ഈ ടു ഡു ലിസ്റ്റ് ഇല്ലെങ്കിലും ഇതേപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ചില പരിപാടികളുണ്ടാവും. എനിക്കുണ്ട്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ 3 ദിവസമായി ഞാൻ എന്റെ ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇതുവരെ എനിക്കത് നടന്നിട്ടില്ല. അപ്പൊ അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ, ഡേ 26 അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക.
നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഡേ 26 നിങ്ങൾ ഫിനിഷ് ചെയ്യുക. എല്ലാം കൂടെ പറ്റുന്നുണ്ടായിരിക്കില്ലായിരിക്കും. അപ്പൊ 1-2 കാര്യങ്ങൾ നിങ്ങളൊക്കെ നല്ല കുട്ടികൾ, അങ്ങനെ മാറ്റി വെച്ച് ഒരെണ്ണൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു കാര്യം അല്ലെങ്കിൽ 2 കാര്യം എന്താ വെച്ചാൽ ഡേ 26 അങ്ങ് സെറ്റ് ആക്കിക്കുക. ഡേ 27 എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ഔട്ട് കംപ്ലീറ്റ്ലി. അത് ഈ പറയണ പോലെ ഡിപ്പെൻസ് ആണ്. എല്ലാവരും ഒന്നും നമുക്ക് അങ്ങനെ ഒറ്റയടിക്കൊന്നും എന്താ പറയാ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പറ്റുന്നവരുണ്ട്, നമ്മുടെ അയൽവക്കക്കാര്, ചില ഫ്രണ്ട്സ്, കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, നമ്മൾക്ക് മനസമാധാനം തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി കുത്തി നിറച്ചു തരുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ഡേ 27 അല്ലേ, ഒരു സെക്കൻഡ് പോയി നോക്കട്ടെ. ഡേ 27 അങ്ങനെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പയ്യെ അതങ്ങ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം തരുന്നത് ആരാണെന്ന് എനിക്ക് അറിയില്ല, ഇപ്പൊ നിങ്ങളുടെ ലൈഫിലൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇതാണ്. പക്ഷെ പറ്റുന്ന അത്രയും നിങ്ങൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ഒരു കൈയകൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഡേ 28 അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കപ്പിന്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കുക. അത് ചിലപ്പോൾ എല്ലാവരും ചെയ്യേണ്ടാവും. ഞാനങ്ങനെ റെഗുലർ ആയിട്ടൊന്നും ചെയ്യണില്ല. നമ്മൾ മേക്കപ്പ് ഐറ്റംസ്, ചിലപ്പോൾ ബ്രഷുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ ആ ദിവസങ്ങളിൽ അങ്ങ് ക്ലീൻ ചെയ്യുക. ഈ ദിവസം ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പല പല സാധനങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒരു ഐ ഷാഡോയുടെ പാലറ്റ് ഞാൻ എടുത്ത് കട്ടിക്കളഞ്ഞോളൂ. എപ്പോഴോ വാങ്ങിച്ചതാണ്, കുറച്ചൊക്കെ യൂസ് ആക്കിയിട്ടുള്ളൂ. തൊരമൂത്ത് യൂസ് ആക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വക സാധനങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് കാട്ടിക്കളയാൻ പറ്റും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ വാരി തേച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഓൾറെഡി ഇതൊക്കെ വാരി തേച്ച് കഴിഞ്ഞ പ്രശ്നമാണെന്നാണ് പറയുന്നത്. സോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഡേ 28 മേക്കപ്പ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പൗഡറൊക്കെ ആയിരിക്കും, അതൊക്കെ ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കി. പൊതുവെ ഭയങ്കര പാവപ്പെട്ട ചില വീട്ടമ്മമാരുണ്ട്. അവരുണ്ടല്ലോ, വന്ന കാലം മുതല് ആരെന്ത് പറഞ്ഞാലും ഓക്കെ, ശരി, ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം, അങ്ങനെ പറഞ്ഞ് അവനവൻ എന്താണ് വേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. അവരുടെ സിറ്റുവേഷൻസ് ആണ്, ഒരാളുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല, അത് ഓക്കെ. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു നമ്മുടെ മറ്റു പുള്ളി പറയണവർ എന്തെങ്കിലും ഒരു ത്രില്ലുള്ളത്, അതായത് എന്തോ ഒരു രസമുള്ളത്. അപ്പൊ നിങ്ങൾ ഡേ 29 ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം പറയുമ്പോൾ ഉള്ളിലൊരു ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വെക്കണ്ട. കുറെ ആൾക്കാർക്കുള്ള പ്രശ്നം അതാണ്, അവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു സംഭവമാണ്. നോ, പറ്റൂല എന്നങ്ങ് പറഞ്ഞേക്കാം. എന്നിട്ട് ഡേ 29 അവള് പറഞ്ഞിട്ടുണ്ട് ആരോടെങ്കിലും നോ പറയണം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ചാടി കീറിയിട്ട് നോ 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 പറയണം എന്നല്ല ഞാൻ പറഞ്ഞേ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ നോ പറയാം. ഇതാ ഡേ 28 വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ, നമ്മുടെ ലൈഫിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഡേ 30 നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഞാൻ തരാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ അത്രയ്ക്ക് ത്വരമൂത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്തോ. അല്ല എന്നുണ്ടെങ്കിൽ എന്നെ പോലെ റെസ്റ്റ് എടുക്കാനും ചുമ്മാ ചൊരുകുത്തിരിക്കാനും ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡേ 30 നിങ്ങൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, അവനവന് വേണ്ടിയിട്ട് ഒന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്ത്, ചുമ്മാ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ബസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ ജൂൺ മാസത്തിലൊക്കെ നിങ്ങൾക്ക് ഈ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു കാര്യമാണ് ചെയ്താൽ പോലും അത് അടിപൊളിയായിരിക്കും. അപ്പോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.